ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ടേസ്റ്റി പലഹാരമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ 4 മണി ചായക്കോ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. കുട്ടികൾക്കും എല്ലാവർക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ 4 മണി ചായക്കോ അതിപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സൗകര്യം എന്ന് വെച്ചാൽ അതുമാതിരി ഉണ്ടാക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റി പലഹാരമാണ്. ചക്ക വരട്ടിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ അട ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് ഞാൻ ഈ അട ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ പലഹാരം ഇഷ്ടമാവും. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പലഹാരം ഉണ്ടാക്കിയത് നമുക്ക് നോക്കാം കേട്ടോ. അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചു. അത് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് ശർക്കര ഉരുക്കി അരിച്ച് വെച്ചതാണ്. അത് ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ചക്കയിൽ ഞാൻ ചക്ക വരട്ടിയപ്പോൾ ഞാൻ ശർക്കര ചേർത്തതാണ്. കുറച്ച് പോരായുണ്ട്, അതുകൊണ്ടാണ് കുറച്ചും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ഒരു കഷ്ണം ചുക്കും ഒരു 1/2 ടീസ്പൂൺ ജീരകം 3-4 ഏലക്കായും കൂടി നല്ലപോലെ പൊടിച്ചെടുക്കാം കേട്ടോ. ശർക്കര ഒഴിച്ചു കൊടുത്തൊക്കെ നല്ലപോലെ തിളച്ച് പാകാവാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നമുക്ക് നല്ലപോലെ തിളച്ച് പാകമായി. അപ്പോൾ അതിലേക്ക് കുറച്ച് നമുക്കൊരു അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ആ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ആ ശർക്കരയിൽ കുഴക്കുന്നിട്ട് ഈ തേങ്ങ നമുക്കൊന്ന് വിളയിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞില്ലേ, അത് എന്താ പറയുക, അവിലാണ് കേട്ടോ. പെട്ടെന്ന് പറയാൻ മറന്നുപോയി. അവിലാണ്. നമ്മുടെ മട്ടവിലുണ്ടല്ലോ, മട്ടവിലൊന്ന് കഴുകിയതാണ് കേട്ടോ. ഒന്ന് കഴുകി അങ്ങനെ വെള്ളം വാർന്ന് കളഞ്ഞതാണ്. അതും ചേർത്ത് കൊടുത്തു. നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ചുക്കും ജീരകം ഏലക്കായും അതും കൂടി 1 ടീസ്പൂണ് ഒഴിച്ച് കൊടുത്ത് ആ വെള്ളം വറ്റുന്നത് വരെ, ശർക്കരയിലെ വെള്ളം വറ്റുന്നത് വരെ നമ്മളൊന്ന് വെള്ളയിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അവിലും ശർക്കരയും തേങ്ങയും ചുക്കും ജീരകവും ഏലക്കായും കൂടി പൊടിച്ചത് എല്ലാം കൂടി നല്ലപോലെ വിളയിച്ചെടുത്തു. അതിനുശേഷം ഒരു പാത്രം എടുത്തു. ആ പാത്രത്തിലേക്ക് ഞാൻ ചക്ക വരട്ടിയത് ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ചക്ക വരട്ടിയത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു. അതിൽ 1 കപ്പ് ചക്ക വരട്ടിയത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഒന്നും കൂടി ഒന്ന് ചൂടാക്കി കേട്ടോ. ഈ ചക്ക വരട്ടിയത് കുറേ നാളായില്ലേ ഫ്രിഡ്ജിലിരിക്കണു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തായിരുന്നു. 1 കപ്പ് ചക്ക വരട്ടിയതും അതിലേക്ക് 1 കപ്പ് നൈസ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർക്കണം കേട്ടോ. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ ചക്ക വരട്ടിയതിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് അരിപ്പൊടി കുഴച്ചെടുക്കാൻ വേണമെങ്കിൽ പോരായി ഉണ്ടെങ്കിൽ അല്പം വെള്ളം ഒന്ന് തളിച്ച് കൊടുത്ത് നമുക്കൊന്ന് നല്ലപോലെ കുഴച്ചെടുത്താൽ മതി. പോരായി ഉണ്ടെങ്കിൽ വെള്ളം തളിച്ചാൽ മതി. കഴിയുന്നതും ഈ ചക്ക വരട്ടിയിൽ തന്നെ നമുക്ക് ഈ അരിപ്പൊടിയും കൂടി നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇത്തിരിച്ച വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിരുന്നു കേട്ടോ. ഇത്തിരി വെള്ളം കൂടി തളിച്ച് കൊടുത്ത് നല്ലപോലെ സോഫ്റ്റായി കുഴച്ചെടുത്തു. ഇതുപോലെ നന്നായി കുഴച്ചെടുത്തു കേട്ടോ. ഇങ്ങനെ അട ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഇനി ഇലയിൽ വെച്ചിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇല ഇങ്ങനെ കീറി കൊണ്ടുവന്ന് നല്ലപോലെ കഴുകി തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഇലയിലേക്ക് നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ഓരോ ബോൾസ് ഇട്ട് കൊടുക്കാം. ഇതിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ഇലയിൽ വെച്ച് സാധാരണ പരത്തുന്നത് മാതിരി നല്ല സോഫ്റ്റായിട്ട് നമുക്ക് നല്ലപോലെ ഒരേപോലെ കനത്തിൽ, എത്രയും കനം കുറച്ച് പരത്തുന്നോ അത്രയും നല്ലതാണ് കേട്ടോ. വളരെ കനം കുറച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് ആ ഇലയുടെ ഷേപ്പിൽ തന്നെ നടുഭാഗം കൊണ്ട് 4 ഭാഗത്തും കുറച്ച് വിട്ടിട്ട് നടുഭാഗം കൊണ്ട് നമുക്ക് ആ ഇലയുടെ ഷേപ്പിൽ തന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം. എത്രയും കനം കുറഞ്ഞിരിക്കുന്നോ അത്രയും നല്ലതാണ്. കനം കുറച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കണം. ഇപ്പോൾ ചിലർക്ക് അട പരത്താനൊന്നും അറിയണ്ടാവില്ലല്ലോ. അപ്പോൾ അറിയാത്തവർക്കൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അട പരത്തുന്നത് കാണിക്കുന്നത് കേട്ടോ. എത്രയും കനം കുറച്ച് പരത്താൻ പറ്റുന്നോ അത്രയും നമുക്ക് കനം കുറച്ച് നല്ലപോലെ ഒരെണ്ണം ഞാനിങ്ങനെ പരത്തിയെടുത്തു കേട്ടോ. ഇനി ഒരെണ്ണം കൂടിയും പരത്തി കാണിക്കാം കേട്ടോ. വേറെ ഒരു ഇലയിൽ വീണ്ടും കുറച്ചെടുത്തിട്ട് അങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കനം കുറച്ചിട്ടാണ് കേട്ടോ പരത്തുന്നത്. രണ്ടെണ്ണം ഞാനിങ്ങനെ നിങ്ങളെ പരത്തി കാണിക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ എല്ലാം അങ്ങനെ പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കുഴച്ച് വെച്ച മാവെല്ലാം ഇതുമാതിരി ഇലയിൽ ഇങ്ങനെ പരത്തിയെടുത്തു. രണ്ടെണ്ണമാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. രണ്ടെണ്ണം ഇതുപോലെ എല്ലാം പരത്തിയെടുത്തു. അതിന് ശേഷം നമ്മൾ
വെള്ളയിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ശർക്കരയും അവിലും തേങ്ങയൊക്കെ ഒക്കെ കൂടി വെള്ളയിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് കുറച്ച് നമുക്കൊരു പകുതി ഭാഗത്ത് നമുക്കൊന്ന് ഫില്ല് ചെയ്യാം കേട്ടോ. ഒരു കുഴി എടുത്തിട്ട് നമുക്കിട്ടിട്ട് നമ്മൾ കൈ കൊണ്ട് നമുക്ക് ഒന്ന് പകുതി ഭാഗം നല്ല പോലെ ഒന്ന് പരത്തി ഫില്ല് ചെയ്ത് വെക്കാം. ഇതാ കൈ കൊണ്ട് തന്നെ ഒരേ ഒരേ കനത്തിൽ നമുക്കൊന്ന് പകുതി ഭാഗം കൈ കൊണ്ട് ഇങ്ങനെ പരത്തി വയ്ക്കാം, ഒരേ കനത്തിൽ പരത്തി വയ്ക്കാം. ഇതാ ഈ കാണിക്കുന്നത് മാതിരി തന്നെയാണ് കേട്ടോ. പകുതി ഭാഗം ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കണം. അതിന് ശേഷം നമുക്ക് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ വെന്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ തേങ്ങയൊക്കെ ഇങ്ങനെ ഉതിർന്ന് ഇങ്ങനെ പോരും. അത് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ചക്കയിലൊക്കെ നല്ലപോലെ അലിഞ്ഞു ചേരും ഈ തേങ്ങയൊക്കെ. ആ പരത്തി വെച്ചാൽ നല്ലപോലെ ഇങ്ങനെ പ്രസ്സാകുമ്പോൾ നല്ലപോലെ അലിഞ്ഞു ചേരും. അത് കഴിഞ്ഞതിന് ശേഷം ഒപ്പം ഇതാ ഇങ്ങനെ മടക്കിയിട്ടോ, ഒപ്പം ഇതുപോലെ മടക്കി വെച്ചു. ഇങ്ങനെയാണ് ഇലയിൽ അട പരത്തിയിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കുന്നത്. രണ്ടാമത് വീണ്ടും ഒരെണ്ണം കൂടി ഇങ്ങനെ കാണിക്കാം കേട്ടോ. അതിൽ ഇതുപോലെ തന്നെ ഒരു കുഴലിൽ നമ്മൾ വെള്ളയിച്ച് വെച്ചിരുന്ന തേങ്ങാക്കൂട്ട് പകുതി ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ട് ഒരേ കനത്തിൽ നമുക്ക് നല്ലപോലെ ഇങ്ങനെ പരത്തി ഒരേ കനത്തിൽ പരത്തിയെടുക്കാം. ഒരേ കനത്തിൽ ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് കൈ കൊണ്ടുകൊണ്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായി നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്യാം. നല്ലപോലെ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി പകുതി ഭാഗം കൊണ്ട് ഇതിനെ കവർ ചെയ്യാം കേട്ടോ. അത് അടച്ച് വയ്ക്കാം. നല്ലപോലെ പ്രസ് ചെയ്തു. ബാക്കി പകുതി കൊണ്ട് നമുക്കിങ്ങനെ മടക്കി വയ്ക്കാം. രണ്ടെണ്ണം ഇങ്ങനെ പരത്തി ഇങ്ങനെ എല്ലാം മടക്കി വയ്ക്കേണ്ടത് ഞാൻ നിങ്ങളെ കാണിച്ചു കേട്ടോ. ഇതുപോലെ എല്ലാം ഞാനിങ്ങനെ പരത്തി മടക്കി എടുത്തു കേട്ടോ. ഇനി നമുക്ക് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടോ. നല്ലപോലെ ആവി വരുന്നുണ്ട്. അട നല്ലപോലെ വെന്ത് കിട്ടി. നല്ല ടേസ്റ്റിയായ അടയാണ്, നല്ല സോഫ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും ഈ അട. ചക്ക പറ്റിയതുകൊണ്ട് ഇങ്ങനെ അട ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടമാവുന്ന അടയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.